വാർഡ് വിഭജനത്തിലെ പിഴവുകൾ തിരുത്തി പുതിയ വിജ്ഞാപനം പുറത്തിറക്കി സർക്കാർ. ഒരേ സ്ഥലം ഒന്നിലധികം വാർഡുകളിൽ ഉൾപ്പെടുത്തിയതായിരുന്നു നേരത്തെ വിജ്ഞാപനം ഇറക്കിയത്. പൊരുത്തക്കേടുകൾ ജനം ടിവിയാണ് പുറത്തു കൊണ്ടുവന്നത്. ജനം ബിഗ് ഇമ്പാക്ട് വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. തിരുവനന്തപുരത്ത് നിന്ന് വിനീഷ്, ചില സ്ഥലങ്ങൾ പ്രത്യേകമായി ഉൾപ്പെടുത്തുക, അതായത് സ്ഥലങ്ങളില്ലാത്ത സ്ഥലങ്ങൾ വരുന്നു, ചില സ്ഥലങ്ങളെ ആ പ്രത്യേക പ്രദേശത്ത് ഇല്ലാതിരിക്കുക, പ്രത്യേക വാർഡിൽ ഇല്ലാതിരിക്കുക, മറ്റു വാർഡുകളിൽ ചേർക്കുക, ഇങ്ങനെ കൗതുകവും ഒരേ സമയം തമാശ തോന്നുന്നതുമായ ഒട്ടേറെ പൊരുത്തക്കേടുകൾ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത തരം പൊരുത്തക്കേടുകളാണ്, പിഴവുകളാണ് ഈ വിജ്ഞാപനത്തിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ അത് തിരുത്തി പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചതിന് ശേഷം. ഇത് മാത്രമല്ല, ഒരേ സ്ഥലം തന്നെ ഒന്നിലധികം വാർഡുകളിൽ ഉൾപ്പെട്ടതും നമ്മൾ കണ്ടു. എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോൾ മാറ്റം വരുത്തിയിട്ടുണ്ട്? ഈ പുതിയ വിജ്ഞാപനത്തിൽ ഇനി പൊരുത്തക്കേടുകൾ കാണാൻ കഴിയുമോ എന്ന ആശങ്ക ബാക്കി നിൽക്കുന്നു. വിനീഷ്, കേൾക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തൊക്കെ മാറ്റങ്ങൾ പ്രധാനമായും വരുത്തി? ചൂണ്ടിക്കാണിച്ച പൊരുത്തക്കേടുകളെല്ലാം മാറ്റി തന്നെയാണോ, പിഴവുകളെല്ലാം മാറ്റി തന്നെയാണോ പുതിയ വിജ്ഞാപനം? തീർച്ചയായിട്ടും കഴിഞ്ഞ ഒരു ദിവസം മുമ്പാണ് ജനം ടി വി ഇതുമായി ബന്ധപ്പെട്ടുള്ള വാർത്ത പുറത്തുവിട്ടത്. ആ വാർത്ത പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ തന്നെ ഈ ഒരു വിജ്ഞാപനം സർക്കാർ പിൻവലിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് പുതിയ വിജ്ഞാപനം കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. ആ വിജ്ഞാപനം ഇത്തരത്തിലാണ്. നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഇത്തരത്തിലാണ്. തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ 21 വാർഡുകളിലെ സ്ഥലങ്ങളിൽ വലിയ രീതിയിലുള്ള പൊരുത്തക്കേടുകളുണ്ട്. അതിർത്തികൾ നിശ്ചയിച്ചതിൽ പൊരുത്തക്കേടുകളുണ്ട്. ഒപ്പം തന്നെ ഒരു വാർഡിലെ സ്ഥലം അല്ലെങ്കിൽ ഒരു സ്ഥലം 2 വാർഡുകളിൽ ആവർത്തിച്ചു ആ വാർഡുകളിലേക്ക് കയറി കിടക്കുന്നു. അങ്ങനെ നിരവധി പൊരുത്തക്കേടുകളാണ് ജനം ടി വി പുറത്തുവിട്ടത്. തെളിവുകൾ സഹിതമായിരുന്നു ഈ വാർത്തകൾ പുറത്തുവിട്ടത്. ഈ ഒരു ആദ്യം ഇറങ്ങിയ വിജ്ഞാപനത്തിന്റെ പൊരുത്തക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള വാർത്ത പുറത്തുവിട്ടതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ വിജ്ഞാപനം പിൻവലിച്ചുകൊണ്ട് സർക്കാർ രംഗത്തെത്തിയത്. അതിനുശേഷം പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടിയാണ് പുതിയ വിജ്ഞാപനം പുറത്തിറക്കിയിരിക്കുന്നത്. എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇത്തരത്തിലായിരുന്നു. ഒരു കണ്ണമ്മൂല വാർഡ് പരിശോധിക്കുമ്പോൾ കണ്ണമ്മൂല വാർഡിന്റെ പേര് കണ്ണമ്മൂലമാകുമ്പോൾ, പക്ഷെ ആ സ്ഥലത്ത് ആ പ്രദേശം കണ്ണമ്മൂലയിലെ മെയിൻ സ്ഥലങ്ങളില്ല. പേട്ട വാർഡ് എന്ന സ്ഥലം പരിശോധിക്കുന്ന സമയത്ത് പേട്ട വാർഡ് വരുന്ന പ്രദേശങ്ങളിൽ പേട്ട വാർഡിന്റെ സ്ഥലമില്ല. അങ്ങനെ നിരവധി പൊരുത്തക്കേടുകൾ ഈ വിഷയത്തിലുണ്ടായിരുന്നു. ഒപ്പം തന്നെ വിവിധ വാർഡുകളിൽ ഒരേ സ്ഥലങ്ങൾ ആവർത്തിച്ചു വരുന്ന ഘട്ടം. അങ്ങനെ 21 വാർഡുകളിലാണ് ഇത്തരത്തിൽ ഡീലിമിറ്റേഷൻ നടത്തിയ സാഹചര്യങ്ങളിൽ വലിയ രീതിയിലുള്ള പൊരുത്തക്കേടുകൾ ഉണ്ടായത്. 21 വാർഡുകളിലെ പൊരുത്തക്കേടുകൾ ജനം ടി വി തെളിവുകൾ സഹിതം ഈ വിജ്ഞാപനം പുറപ്പെടുവിച്ച സാഹചര്യത്തിൽ തെളിവുകൾ സഹിതം പുറത്തുവിടുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത് തിരുത്തിക്കൊണ്ട് ഉള്ള നടപടിയിലേക്ക് സർക്കാർ കഴിഞ്ഞ ദിവസം രാത്രിയിൽ പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചത്. അതേസമയം എടുത്തു പറയേണ്ടത്, ഈ ഡീലിമിറ്റേഷൻ നടത്തിയതിനു ശേഷം അതിനെ പരിശോധിക്കാൻ തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ വലിയ രീതിയിലുള്ള ചുമതലകൾ ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നു. ആ ഉദ്യോഗസ്ഥർ പരിശോധിച്ചതിലും വലിയ വീഴ്ച ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു തെറ്റായ വിജ്ഞാപനം ആദ്യം പുറത്തു വന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ജനം ടിവിയുടെ വാർത്തയുടെ തൊട്ടു പിന്നാലെ വിജ്ഞാപനം സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നു. പുതിയ വിജ്ഞാപനം തിരുത്തിക്കൊണ്ടുള്ള ഒരു കോർപ്പറേഷനിലെ വാർഡ് വിഭജനത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ടുള്ള ഒരു വിജ്ഞാപനം തന്നെയാണ് ഇപ്പോൾ സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നത്. വീണ.